സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സുരേഷ് ഗോപി പലപ്പോഴും വലിയ നന്മ ചെയ്യുന്ന മനുഷ്യനാണ്. ഒരു വ്യക്തി എന്നുള്ളതിൽ ഒരുപാട് നന്മ ചെയ്യുന്ന ആളാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് വരെ ഒരുപാട് പണം കൊടുത്തിട്ട് ഒരുപാട് നന്മ ചെയ്യുന്ന ആളാണ്. പക്ഷേ ചില അബദ്ധങ്ങൾ പറ്റും. MP ആയതിനു ശേഷം അദ്ദേഹത്തിന് കൊച്ചു അബദ്ധങ്ങൾ പറ്റാറുണ്ട്. കഴിഞ്ഞ ദിവസം പറ്റിയൊരു അബദ്ധമാണ് വേലായുധൻ എന്ന് പറയുന്നൊരു സാധാരണക്കാരൻ. അദ്ദേഹം വളരെ സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് അറിയാവൂ ഇത് MP ആണ്, MP ഫണ്ടിൽ നിന്ന് കിട്ടൂല, MLA ഫണ്ടുണ്ട്, പഞ്ചായത്തിൻ്റെ ഫണ്ടുണ്ട്, ഇത് ആരാണ് ലൈഫിലാണ്, അദ്ദേഹത്തിന് അതൊന്നും അറിയില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം ഒരു പേരുള്ള പേപ്പറിൽ എഴുതി സുരേഷ് ഗോപി അല്ലേ എല്ലാവരും സഹായിക്കുന്നതിന് കയ്യിൽ നിന്നെങ്കിലും തരട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു അപേക്ഷ കൊണ്ട് കൊടുത്തു. ആ അപേക്ഷ ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ കൃത്യമായി തിരിച്ചു കൊടുത്തത് സുരേഷ് ഗോപി കാണിച്ചൊരു ശരിയായില്ല. അത് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, അത് ശരിയായില്ല എന്ന്. അതൊരു ചിലപ്പോൾ ഒരു കാപട്യക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരനെ വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഈ വേലായുധനെ ഒരുപാട് ദിവസം ഇട്ട് നടത്തിക്കുമായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ പബ്ലിക്കായിട്ടൊരു പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു നിവേദനം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കരുത്. ഇത് ആദ്യത്തെ സംഭവമല്ല, നേരത്തെയും ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. സുരേഷ് ഗോപി എവിടെയെങ്കിലും ഒരു പരിപാടി ചെല്ലുമ്പോൾ അവിടെ ഒരു കത്ത് നിവേദനം കൊടുത്താൽ സുരേഷ് ഗോപി അപ്പം പറയും അത് എൻ്റെ കയ്യിലല്ല തരേണ്ടത്, പാർട്ടിക്കാർ വഴി വരണം. അങ്ങനല്ല സുരേഷ് ഗോപി സാറേ, പാർട്ടിക്കാർ വഴി വരണമെന്നല്ല പറയേണ്ടത്. അങ്ങേക്ക് കത്ത് തരണം. അങ്ങ് MP ആണ്, ജനപ്രതിനിധിയാണ്, മന്ത്രിയാണ്. ഈ രാജ്യത്തെ ഏതൊരു വ്യക്തിക്കും അങ്ങേക്ക് ഇത് തരാൻ അവകാശമുണ്ട്. അപ്പോൾ ഈ രാജ്യത്തെ കാര്യം മന്ത്രി ആയതുകൊണ്ട് അങ്ങേക്കൊരു നിവേദനം കിട്ടിയാൽ അങ്ങയുടെ ലെറ്റർ ഹെഡിൽ ഒരു കത്ത് കൂടെ വെച്ച് അങ്ങ് ഏത് പദ്ധതിയിലാണ് ആരാണ് ചെയ്യേണ്ടത് അവർക്ക് കത്തെഴുതണം. ഇങ്ങനൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനൊരു അപേക്ഷ കിട്ടിയിട്ടുണ്ട്, വേണ്ടത് ചെയ്യണം. അവരാരും ചെയ്തില്ലെങ്കിൽ താങ്കൾ പിന്നെ വ്യക്തിപരമായി ചെയ്യണോ വേണ്ടതെന്നുള്ളതൊക്കെ താങ്കളുടെ ചോയ്സാണ്. പക്ഷേ ഇതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പരിചയക്കുറവുണ്ട്. ഇത് പലവട്ടം ഞാൻ വന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് പല സ്ഥലത്തു നിന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങേക്ക് നിവേദനം തന്നാൽ അങ്ങ് വായിച്ചു പോലും നോക്കാതെ ഒന്നുകിൽ അത് പാർട്ടിക്കാരിൽ കൊടുത്ത് പാർട്ടി വഴി വരട്ടെ എന്ന് പറയും, അങ്ങനെയാണ് പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറയും. അല്ലെങ്കിൽ അങ്ങ് പറയും ഇത് നേരിട്ട് കൊടുത്തിട്ട് പറ്റില്ല എന്ന് പറയും. അത് ചെയ്യരുത്. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ അത്താണിയായി ആശ്രയമായിട്ടാണ് അവർ മന്ത്രിമാരെയും MP മാരെയും എല്ലാം കാണുന്നത്. അവർ വന്ന് തരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അവരിത് തന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് വാങ്ങി അതിന് ബന്ധപ്പെട്ട ഒരു ലെറ്റർ വെച്ച് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുകയോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുകയോ, അതൊന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് ചായ കുടിക്കാനുള്ള പൈസയെങ്കിലും, അല്ലെങ്കിൽ താങ്കൾ ഒരുപാട് സംഭാവന കൊടുക്കുന്ന ആളാണ്, ചെറിയ തുകയെങ്കിലും കൊടുത്ത് ഈ വന്ന ആളിനെ, ആ പൗരനെ, ആ കസ്റ്റമറെ, അല്ലെങ്കിൽ ആ വന്ന വ്യക്തിയെ, ആ ഉപഭോക്താവിനെ, എന്ത് പേരിട്ടോണോ വിളിക്കാം, ആ പാവപ്പെട്ട ആളിനെ സഹായിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, കാരുണ്യമുള്ളൊരു നേതാവായി അങ്ങ് മാറണം. ആ കാരുണ്യമുണ്ട്, പക്ഷേ ഇത് കാണിച്ചതിലൊരു പ്രശ്നമുണ്ട്. ഇത് നന്നായി അത് CPM ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു. അവർ അത് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അങ്ങ് ഒരുപാട് സേവന കാരുണ്യ പ്രവർത്തനം നടത്തുന്നതാണ്. പക്ഷേ ഗുളികൻ നിൽക്കുന്ന പോലെ ചില സമയത്ത് അങ്ങയുടെ നാവിൽ ഗുളികൻ കയറി നിൽക്കാറുണ്ട്. നിൽക്കുമ്പോൾ ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഇനി അത്തരം അബദ്ധങ്ങൾ വരാതിരിക്കാൻ ദയവായി അങ്ങ് ശ്രമിക്കുക.